വലിയൊരു ആക്ടറായും വലിയൊരു ഭയങ്കരമായ അങ്ങനെയല്ല, വേണ്ടതെല്ലാം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് അവിടെ നിന്ന് കീഴടക്കി ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് പൃഥ്വിരാജ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അമേരിക്കൻ അംബാസഡറും ഉഗാണ്ടൻ അംബാസഡറും UN സമിതിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അജഗജാന്തരമായ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഉഗാണ്ടൻ അംബാസഡർ എന്ന് പറയുമ്പോൾ അയാൾ ആ ഉഗാണ്ട എന്ന് പറയുന്നത് കൊച്ചു രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അയാൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. നേരെ മറിച്ച് അയാൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്തിട്ട് അമേരിക്കൻ അംബാസഡറിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ട് കൂടെ പോയി നിന്നാൽ അവിടെ ആരും മൈൻഡ് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് അത് എനിക്ക് മനസ്സിലാകുന്നില്ല. പൃഥ്വിരാജിന് ഇത്രയും ബുദ്ധിയുള്ള പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പോലും ഇതിൻ്റെ കാഴ്ചപ്പാട്, ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നത്, അതായത് ഇത് ഇന്ത്യയുടെ പുറത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ, ബോളിവുഡിലെ അവരെയൊക്കെ അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ലൂസിഫർ അങ്ങനെയല്ല. ലൂസിഫർ ഇവിടെ മുണ്ട് മടക്കി കുത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നു. മധ്യ തിരുവിതാംകൂറിലെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഫണ്ടിങ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു നേതാവ്, ഒരു അണ്ടർവേൾഡ്, ഇതൊക്കെയാണ് മോഹൻലാലിനെ. അങ്ങനെയാണ്, അതാണ് ആ ലൂസിഫറിൻ്റെ വിജയം. അവിടെ നിന്ന് ഒരു ഖുറേഷി എന്ന് പറഞ്ഞ് ലോകത്തെ അധോലോക സംഘങ്ങളുടെ വലിയ വലിയ ഏതോ രാജ്യങ്ങളിലൊക്കെ പോയി ഒളിത്താവളങ്ങളിലിരുന്ന് വെടിവെക്കുന്ന തരത്തിൽ എടുക്കത്തില്ല അത് അങ്ങനെ. അപ്പോൾ അതുപോലത്തെ മോഹൻലാലിന് ചെയ്യുമ്പോൾ അതാണ് മോഹൻലാൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സത്വം. അപ്പോൾ പൃഥ്വിരാജിൻ്റെ അത്തരം ഒരു ഔട്ട്ലുക്ക് തന്നെ മാറണം. കാര്യം മലയാളത്തിൽ നിന്ന് ഇപ്പോൾ പാവാട എന്ന് പറഞ്ഞൊരു സിനിമ പൃഥ്വിരാജ് ചെയ്തു, എത്ര മനോഹരമായിരുന്നു, എല്ലാവർക്കും എന്ത് ഇഷ്ടമായിരുന്നു. അതിനെ തുടർന്ന് എന്തെല്ലാം വൈജാത്യമുള്ള ഒരു കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ MTയുടെ സിനിമകളും പത്മനാഭൻ്റെ സിനിമകളും ഒക്കെ ചെയ്തു വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവരുടെ അഭിനയ ജീവിതത്തിന്. അത്തരം ഒരു ഘട്ടത്തിലൂടെയാണ് അയാൾ 15 വർഷമോ അല്ലെങ്കിൽ ഇത്ര വർഷമായി അങ്ങനെ ചില സിനിമകൾ ചെയ്യേണ്ട, ചില പെർഫെക്ഷനോടുകൂടി വളരെ മലയാളിത്വമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ചില കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യേണ്ടുന്ന ഒരു പരുവത്തിലാണ് അദ്ദേഹം പോയിട്ട് ഈ കളിയെല്ലാം കളിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൃഥ്വിരാജ് പുനർവിചിന്തനം നടത്തണം. മലയാളത്തിൻ്റെ സത്വം, അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം കേരളമാണ്. ആ കേരളത്തിൽ നിന്നുകൊണ്ട് വേണം, അവിടെ ചുവടുറപ്പിച്ചുകൊണ്ട് വേണം അദ്ദേഹം ലോകം കീഴടക്കേണ്ടത്.